പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനീത് കുടിച്ചിട്ട് വന്നത് കാരണം നിളമോളാണെങ്കിൽ വിനീതിനെ കൊണ്ട് ഏത്തടിക്കുകയാണ് കേട്ടോ. പിന്നെ 100 തവണ ഏത്തയിടുകയാണ്. അവസാനം വിനീതാണെങ്കിൽ തളർന്നിട്ട് പറയണം, മതി മോളെ, വിനീതേട്ടൻ ഇനി ചെയ്യാൻ വയ്യാന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നിളമോൾ പറയണ, കുടിച്ചിട്ട് വന്നത് കൊണ്ടല്ലേ, അതൊരു 200 കൂടി പോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ വിനീതൻ, അയ്യോ മോളെ, ഇനി എന്തായാലും വിനീതേട്ടനെ കൊണ്ടതൊന്നും പറ്റത്തില്ല കേട്ടോ, വിനീതേട്ടൻ അറിയാതെ പറ്റിപ്പോയതല്ലേ, നിവിനേട്ടന് കുടിക്കാൻ വെച്ചിരുന്നത് വിനീതേട്ടൻ എടുത്ത് കുടിച്ചതെന്ന് പറയണം കേട്ടോ. ഈ സമയത്താണെങ്കിൽ ഗംഗ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഗംഗയാണെങ്കിൽ വിനീത് പറയുന്നതൊക്കെ കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ നിളമോൾ പറയാണ്, അപ്പോൾ അത് ശരി, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ? അപ്പോൾ വിനീത് പറയാണ്, അത് ബേബി ചേട്ടനും സലീമൊക്കെയും ഉണ്ടായിരുന്നു, എല്ലാം കുടിയന്മാരാണല്ലേ, ഇനി അവരോടൊന്നും കൂട്ടുകൂടാനേ പാടില്ല. അപ്പോൾ വിനീത് പറയണം, ശരി, നിളമോൾ പറഞ്ഞാൽ പിന്നെ ഞാൻ അനുസരിക്കാതിരിക്കുമോ? എന്നിട്ട് നിളമോൾ പറയണ, അനുസരിച്ചില്ലെങ്കിലോ, എന്നാൽ പിന്നെ ഒരു കാര്യം എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യും, ഇനി ഒരിക്കലും കുടിക്കത്തില്ല എന്ന്. അങ്ങനെ വിനീതാണെങ്കിൽ നിളമോളുടെ തലയിൽ തൊട്ടിട്ട് സത്യം ചെയ്യണം കേട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിളമോളാണ് സത്യം, ഞാൻ ഇനി ഒരിക്കലും കുടിക്കത്തില്ല എന്ന്. അപ്പോൾ നിളമോൾ പറയണ, ഈ പറഞ്ഞത് കള്ളസത്യമല്ലേ? വിനീതാണെങ്കിൽ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ നിളമോൾ പറയണ, വിനീതേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗംഗേച്ചിയോടെയല്ലേ. അപ്പോൾ ഗംഗയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിനീത് പറയണം, അയ്യോ മോളെ, എനിക്ക് ഗംഗയെ പോലെ തന്നെ നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയണം കേട്ടോ. എന്നിട്ട് നിളമോളുടെ കയ്യിൽ ഒരിക്കൽ കൂടി പിടിച്ച് സത്യം ചെയ്യുകയാണ്, ഞാൻ ഇനി ഒരിക്കലും കുടിക്കത്തില്ല, വിനീതേട്ടനെ വിശ്വസിക്കും മോളെ എന്ന് പറയണം കേട്ടോ. അടുത്ത സീനിൽ നിവിനെ കാണിക്കുന്നു കേട്ടോ. നിവിനാണെങ്കിൽ ഏതോ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ച് റോഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ജയപാലൻ വരുന്നുണ്ട്. അങ്ങനെ ജയപാലനാണെങ്കിൽ നിവിനെ കണ്ടിട്ട്, നീ എന്താടാ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം നിവിനാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കാത്ത് നിൽക്കുക എന്ന് പറയണം. അപ്പോൾ ജയപാലനാണെങ്കിൽ നിവിനെ ഒരു സ്ഥലം വരെ വിളിക്കുന്നുണ്ട് കേട്ടോ. നിന്നെ ഞാൻ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടാക്കാം, നീയും കൂടി കണ്ടിരിക്കേണ്ട സ്ഥലമെന്ന് പറഞ്ഞിട്ട് നിവിനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജയപാലനാണെങ്കിൽ നിവിനെയും കൂട്ടി ജയപാലൻ വാങ്ങി തോട്ടത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ എത്തുമ്പോൾ നിവിനാണെങ്കിൽ അവിടെയെല്ലാം ചുറ്റും നോക്കിയിട്ട് ചോദിക്കണം, അല്ലെങ്കിൽ ഇതേതാ സ്ഥലം? അപ്പോൾ ജയപാലൻ പറയണം, എടാ ഇത് ഞാൻ ഈ അടുത്തായിട്ട് വാങ്ങിയ സ്ഥലമാണ്, 5 ഏക്കറുണ്ട്. അപ്പോൾ നിവിനാണെങ്കിൽ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് പറയണം, 5 ഏക്കറോ? അപ്പോൾ കുറേ ലക്ഷം പൊടിച്ച് കാണുമല്ലോ അങ്കിളെ. അപ്പോൾ ജയപാലൻ പറയണ, ലക്ഷങ്ങളോ? എടാ കോടികൾ വില വരും. അപ്പോൾ നിവിൻ ചോദിക്കണം, അല്ല അങ്കിളെ, ഈ ഇടയ്ക്കല്ലേ അങ്കിൾ ഈ സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞത്? അതേ സമയത്തല്ലേ അരവിന്ദൻ അങ്കിൾ മരിച്ചത്? അപ്പോൾ ജയപാലൻ്റെ മുഖം ഒരല്പം മാറുന്നുണ്ട്. എന്നിട്ട് ജയപാലൻ ചോദിക്കണം, എടാ നമ്മളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ എന്തിനാ അരവിന്ദൻ്റെ കാര്യത്തിലോട്ട് പോകുന്നത്? അല്ല, ഞാനൊരു മനസാക്ഷി കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അന്ന് അരവിന്ദൻ അങ്കിളിൻ്റെ വീട് ജപ്തിയാവുന്ന സമയത്ത് അങ്കിളിൻ്റെ കയ്യിൽ കാശില്ലെന്നാണല്ലോ പറഞ്ഞത്. ഇത്രയും കാശുണ്ടായിട്ടും അങ്കിൾ എന്താ അവരെ സഹായിക്കാതിരുന്നത്? അപ്പോൾ ജയപാലൻ പറയണം, എടാ ഞാൻ ആ സമയത്ത് എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ചും മാത്രമേ ചിന്തിച്ചോളൂ. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ വേണ്ടത്. എന്തായാലും നീ വാ, ഇവിടെ മുഴുവനും ഞാൻ നിനക്ക് കാണിച്ചു തരാം, നീയാണല്ലോ ഇനി ഇതിൻ്റെയൊക്കെ മുതലാളി. അപ്പം നിവിൻ ചോദിക്കണേ, ഞാനോ? അങ്കിൾ എന്താ പറയുന്നത്? എടാ, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ മകൾ രാഗിണിയെ പോകാൻ കഴിക്കുന്നത് നീ ആരാ? അപ്പം നിനക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഈ സ്ഥലങ്ങൾ? അപ്പോൾ നിവിനാണെങ്കിൽ സംശയത്തോടെ ജയപാലനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയപാലൻ പറയണേ, എടാ എൻ്റെ മനസാക്ഷിയെക്കുറിച്ചൊക്കെ നീ എൻ്റെ മകളുടെ വിവാഹം കഴിച്ച് കഴിയുമ്പോഴേ മനസ്സിലാവും. പുറത്തുനിന്ന് ഒരു ആലോചനയ്ക്ക് പോകാണ്ട് ഞാൻ എന്തിനാ നിന്നെ തന്നെ എൻ്റെ മകൾക്ക് ഭർത്താവായി വേണമെന്ന് പറയുന്നതൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാവും എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ജയപാലൻ വിളിക്കുമ്പോൾ നിവിൻ പറയണ്ട, അങ്കിൾ ചെല്ല്, ഞാൻ പിന്നാലെ വന്നോളാം, എനിക്ക് 1-2 പേരെ വിളിക്കാനുണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, ശരിയാ, അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ റേഞ്ച് കിട്ടത്തില്ല, നീ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവാണ്. ഈ സമയത്ത് നിവിനാണെങ്കിൽ കാവേരിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കാവേരി ആണെങ്കിൽ നിവിൻ്റെ കോള് കണ്ടിട്ട് ചിന്തിക്കണം, ഇന്നലെ രാത്രി നടന്ന സംഭവത്തിന് വിശദീകരണം തരാൻ വിളിക്കുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ നീ വിശദീകരിച്ച് പുണ്യാളനാവണ്ടെന്ന് കരുതിയിട്ട് നിവിൻ്റെ കാള് കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നിവിനാണെങ്കിൽ ആ സമയത്ത് ഇവളെ ഇതെന്താ ഈ കാണിക്കണം പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ജയപാലനാണെങ്കിൽ പോയിട്ട് സംശയത്തോടെ തിരിച്ചു വരികയാണ്. എന്നിട്ട് നിവിനോട് ചോദിക്കണേ, എന്താ എടാ മോനെ, നീ ആരെയാടാ വിളിക്കുന്നത്? അപ്പോൾ നിവിൻ പറയണ, അങ്കിളെ അതിൻ്റെ പണ്ട് കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ഫ്രണ്ടിനെയാണ്. അപ്പോൾ ജയപാലൻ പറയണ, എടാ ആ പഴയ ഫ്രണ്ടിനെയൊക്കെ നീ അങ്ങ് ഉപേക്ഷിക്കണം, നിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ വിനീത്, അവരൊന്നും ഇനി നിനക്ക് വേണ്ട, നിനക്ക് വേണ്ടത് പുതിയ പുതിയ ആൾക്കാരാണ്, അതായത് ഈ റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആൾക്കാർ, ഷെയർ മാർക്കറ്റുമായി ബന്ധമുള്ള ആൾക്കാർ, അങ്ങനെ വലിയ വലിയ തലങ്ങളിലേക്ക് നീ പോകണമെന്ന് പറയണം കേട്ടോ. എന്ന് പറഞ്ഞിട്ട് നിവിനെയും കൂട്ടിയിട്ട് ജയപാലൻ സ്ഥലം കാണാൻ പോവുകയാണ്.